ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസം 18-ാം തീയതി വ്യാഴത്തിൻ്റെ രാശിമാറ്റം വരുന്നുണ്ട്. വ്യാഴം മിഥുനൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യാഴം കർക്കിടക രാശിയായിട്ടുള്ള കർക്കിടക കൂറിലേക്ക് മാറുകയാണ്. കർക്കിടക കൂറിലേക്ക് വ്യാഴം മാറുമ്പോൾ വ്യാഴത്തിന് പ്രത്യേകപരമായിട്ടുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഊർജം അല്ലെങ്കിൽ ബലം പൂർണ്ണ ബലവാനായി മാറുന്നു എന്നുള്ള വിശേഷത കൈവരിക്കുന്നുണ്ട് വ്യാഴം. വ്യാഴം വലിയ ഒരു ഗ്രഹമായിട്ടാണ് നമ്മുടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള 9 ഗ്രഹങ്ങളിൽ കണക്കാക്കിയിരിക്കുന്നത്. ഏറ്റവും ശുഭഗ്രഹമായിട്ടുള്ള വ്യാഴം മഹാവിഷ്ണുവിനെയാണ് തന്നെ പ്രീതി വരുത്തുന്നത്. അപ്പോൾ ഇതോടുകൂടി ഇവർക്ക് അനുകൂലപരമായിട്ട് വരുന്ന നക്ഷത്രങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യവും ദൈവാനുഗ്രഹവും വളരെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള സത്യം ഈ നക്ഷത്രക്കാർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ രാശിമാറ്റത്തോടുകൂടി വളരെ ദുഃഖങ്ങളിൽ നിന്നും വളരെ മാനസിക പിരിമുറുക്കത്തിൽ നിന്നും മനോവ്യവസ്ഥകളിൽ നിന്നും സന്താനങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും സന്താനങ്ങളുടെ പോക്കുവരവുകളും അവരുടെ ദുശീലങ്ങളെ പറ്റിയും അവരുടെ സ്ഥിരതയല്ലാത്ത ഓരോരോ വരുമാനത്തെ പറ്റിയും അല്ലെങ്കിൽ ജോലികളെ പറ്റിയും ചിന്തിച്ചിരിക്കുന്നവർക്കും അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടുള്ള വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മാറ്റം വരുന്നതായിട്ട് തീർച്ചയായിട്ടും കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും അറിയാം. അതുകൂടാതെ തന്നെ കുടുംബത്തിൽ വളരെ സന്തുഷ്ടപരമായിട്ടും ആഹ്ലാദപരമായിട്ടുമുള്ള ദിവസങ്ങൾ കടന്നു വരുവാനുള്ള സാധ്യത ഈ കാലയളവിൽ കാണുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഒക്ടോബർ 18-ാം തീയതി മാറുന്ന വ്യാഴം ഏകദേശം ഡിസംബർ 5-ാം തീയതി വരെ അവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ മഹാഭാഗ്യയോഗങ്ങളും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഇഷ്ടാനുസരണങ്ങളും വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. വിദ്യാഭ്യാസ പുരോഗതികളുണ്ടാവും. നല്ല സ്ഫുടതയായിട്ടുള്ള വർത്തമാനങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ കീഴ്പ്പെടുത്തുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതേസമയത്ത് അധ്യാപകന്മാർക്കും വക്കീലന്മാർക്കും പ്രസംഗിക്കുന്നവർക്കും രാഷ്ട്രീയക്കാർക്കും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ നിയമം കൈകാര്യം ചെയ്യുന്നവർക്കും വളരെ ഉചിതപരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാർ എന്ന് പറയുമ്പോൾ മഹീരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാർക്ക് ഏറ്റവും ആദ്യം വരുന്ന ഗുണാനുഭവങ്ങൾ എന്ന് പറയട്ടെ ധനലാഭയോഗം, കുടുംബത്തിൽ ഐശ്വര്യം, വിദ്യാഭ്യാസ യോഗ്യത, ധനവർദ്ധനവ്, ഇല്ലാത്ത കടങ്ങൾ വീട്ടുവാനുള്ള സാധ്യത, കടത്തിൽ നിന്ന് മോചനം വരുവാനുള്ള സാധ്യത, തൊഴിൽ സ്തംഭനത്തിൽ നിന്നും തൊഴിൽ നേടുവാനുള്ള സാധ്യത ഇതെല്ലാം കൈവരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനലാഭത്തിനും ഭാഗ്യകടാക്ഷത്തിനും നിലനിൽക്കുന്നുണ്ട്. ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ളതും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുവാനുള്ളതും ആഡംബരപരമായിട്ടുള്ള വാഹനം വാങ്ങിക്കുവാനും ഭവനം നിർമ്മിക്കുവാനും ഉദ്ദിഷ്ട കാര്യം നടക്കുവാനും വിദേശ സംബന്ധമായിട്ടുള്ള യാത്രയ്ക്കും വിദേശ സംബന്ധമായിട്ടുള്ള സുഖവാസ സ്ഥലം സന്ദർശിക്കുവാനും അതുപോലെ തന്നെ പുണ്യയാത്രകൾ സന്ദർശിക്കുവാനുമുള്ള സൗകര്യങ്ങൾ കാണുന്നുണ്ട്. ചിരകാലമായി സ്വപ്നങ്ങൾ കണ്ടുവന്നിരിക്കുന്ന പലവിധ അനുഭവത്തിൽ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കലാകായിക മേഖലയിൽ പ്രവേശിക്കുന്നവർക്കും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നല്ല സാമർഥ്യമുള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന കാലം വളരെ ശുഭകരമായിട്ടുള്ള കാലവും ശുഭകാലങ്ങളും ശുഭത്വമുള്ളതും ഭാഗ്യകടാക്ഷങ്ങളുള്ളതും ഭാര്യഭർത്താക്കന്മാരുള്ള ഐക്യതയും കുടുംബത്തിൽ കൂട്ടായ്മതരമായിട്ടുള്ള ഐക്യതയും വച്ച് പുലർത്തുന്ന മൂലം ഇവർക്ക് ഭാവിയിൽ വളരെ ചിന്താപരമായിട്ടും ബിസിനസ് പരമായിട്ടും ഉദ്യോഗ കയറ്റങ്ങളും വരുവാനുള്ള സാധ്യതകളും ഗവൺമെൻറ് അനുകൂലങ്ങളും സഹായഹസ്തങ്ങളും എന്ന് ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്.
അതുപോലെ തന്നെയാണ് അടുത്ത നക്ഷത്രമായിട്ടുള്ള, അതായത് ഇത് വിട്ട് കഴിഞ്ഞാൽ വരാൻ പോകുന്ന നക്ഷത്രമായിട്ടുള്ള ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് വൻ ധനലാഭത്തിന് യോഗമുണ്ട്, വരുമാന വർധനവുണ്ട്, സർവ്വ ഐശ്വര്യങ്ങളുമുണ്ട്, ആഹ്ലാദങ്ങളുണ്ടാവും. കുടുംബത്തിൻ്റെ അന്തരീക്ഷം തന്നെ മാറി നിൽക്കും. കുടുംബാന്തരീക്ഷം മാറി പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മനോവ്യഥകളും മനോവിഷമങ്ങളും അലട്ടി നിൽക്കുന്ന പ്രശ്നങ്ങളും അകന്നു പോകാനുള്ള കാര്യമുണ്ട്. ചിരകാല സ്വപ്നമായിട്ടുള്ള പലവിധ ആഗ്രഹങ്ങളും നടന്നു വരുവാനുള്ള സാധ്യതകളും അവനവനെന്നെ ബഹുമാനിക്കുന്ന ലെവലിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് അതിശയിക്കുന്ന ഒരു മോഹങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന തൊഴിലിനനുസരിച്ച് വരുമാന വർധനവുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെ കണ്ടുവരുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഇവരുടെ മനസ്സിനെയും ശരീരത്തെയും ആഹ്ലാദത്തെയും നിയന്ത്രിച്ച് വരുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ സന്തുഷ്ടരായി വരുവാനുള്ള സാധ്യതയും കുടുംബാംഗങ്ങളായിട്ടുള്ള നല്ല സഹകരണങ്ങൾ ഉണ്ടാവുകയും ബന്ധുസമൂഹങ്ങളായിട്ട് വരവ് വകുപ്പുകളും കുടുംബസമ്മതമായിട്ടുള്ള സഹോദരി സഹോദരൻ സംബന്ധമായിട്ടുള്ള ബന്ധങ്ങളും നിലനിർത്തുവാനുള്ള സാധ്യതയും പ്രവാചകന്മാരും വക്കീലന്മാരും അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെയാണ് പഠനങ്ങൾ നടത്തുന്ന അധ്യാപകന്മാർക്കും വിദ്യാർത്ഥികൾക്കും വിദേശ പഠനത്തിനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വിദേശപരമായിട്ടുള്ള ബിസിനസ് നടത്തുവാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നവർക്കെല്ലാം അത് നടന്നു വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുകൂടാതെ പലവിധ ലാഭങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. സർവാഭീഷ്ടകാമോ ജ്യേഷ്ഠപാദം ജാത്മത എന്ന 11-ാം ഭാവമായിട്ടുള്ള ഭാവം കൊണ്ട് പറയുകയാണെങ്കിൽ 11-ാം ഭാവത്തിൽ വ്യാഴമാണ് നിൽക്കുന്നത്. വ്യാഴം ധനത്തിൻ്റെ കാരകനാണ്, ആഭരണത്തിൻ്റെ കാരകനാണ്, അതുപോലെ കുടുംബകാരകനാണ്, വിവാഹകാരകനാണ്. അത് കാരണം മംഗളകർമ്മങ്ങളും മറ്റുള്ള കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കണ്ടുവരുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് വരാൻ പോകുന്ന ഒക്ടോബർ 18-ാം തീയതി മുതൽ ഡിസംബർ 5-ാം തീയതി വരെയുള്ള കാലഘട്ടങ്ങളിൽ പലവിധ അത്ഭുതങ്ങളും പലവിധ ഭാഗ്യാനുഭവങ്ങളും പലവിധ നേട്ടങ്ങളും പലവിധ ആഗ്രഹങ്ങളും സഫലീകരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ലാത്തൊരു കാര്യമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇനി വരാൻ പോകുന്ന നക്ഷത്രങ്ങൾക്കും വളരെ ആഹ്ലാദപരമായിട്ടുള്ള സഫലീകരണങ്ങൾ നടക്കുവാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്കും കാണുന്നുണ്ട് എന്ന് പറയാം. അതായത് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ രാശികൾക്ക് മഹാഭാഗ്യയോഗങ്ങൾ വരുവാൻ പോവുകയാണ്. മഹാ അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. അത്ഭുതകരപരമായിട്ടുള്ള ഇവരുടെ ജീവിതശൈലി തന്നെ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. പലപ്പോഴായി വീണുകൊണ്ടിരിക്കുന്ന ഇവരുകൾ എണീറ്റ് നടക്കാൻ പോലും കഴിവില്ലാതെ എണീറ്റ് നടക്കാൻ പോലും കഴിവില്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. എപ്പോഴും എണീറ്റ് 2 അടി നടക്കുമ്പോഴേക്കും പിന്നെയും വീഴ്ചയും, പിന്നെ 2-3 അടി നടക്കുമ്പോഴേക്കും പിന്നെയും വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒക്ടോബർ 18-ാം തീയതി മുതൽ ഡിസംബർ 5-ാം തീയതി വരെയുള്ള കാലയളവിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവരെ ഒഴിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ദുരിതം ഒഴിഞ്ഞു പോകുക എന്ന് പറയും. അതുപോലെ തന്നെ എന്തെങ്കിലും ആഭിചാര ദോഷങ്ങളോ ചൈവന ദോഷങ്ങളോ ഗൂഢോത്രപരമായിട്ടുള്ള ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം നിസ്സാരപരമായിട്ടുള്ള ചില പ്രക്രിയകൾ കൊണ്ട് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ആ മാറ്റിയെടുക്കുന്നത് മൂലം നിങ്ങൾക്ക് പെട്ടെന്ന് റിലീഫാകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അനുകൂലപരമായിട്ടുള്ള സംഭവങ്ങളും മഹാമാറ്റങ്ങളും വരുവാനുള്ള സാധ്യതയുള്ളതിനാൽ ചില ഗൂഢോത്ര സംബന്ധമായിട്ടോ ആഭിചാര സംബന്ധമായിട്ടോ തകിടോ മറ്റുള്ള ക്ഷുദ്ര ആഭിചാര ദോഷങ്ങളോ മറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം പിഴുതെറിയുകയും ചെറിയ ചെലവിൽ ഒതുക്കി തീർക്കാവുന്ന മന്ത്രങ്ങളും പൂജാതി കർമ്മങ്ങളും നടത്തിയാൽ പെട്ടെന്ന് സാഫല്യം വന്നു ചേരുന്നതാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട്
അതിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്താ വിഷയം നടത്തുകയും അത് കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ ജീവിതകാലത്തിൽ പരിപൂർണത വിശ്രമം അല്ലെങ്കിൽ പരിപൂർണത സന്തോഷം, പരിപൂർണത കാലഘട്ടങ്ങളിലേക്കുള്ള നീക്കം എന്നിവയെല്ലാം വളരെ പ്രതീക്ഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എണീറ്റ് നടക്കുക മാത്രമല്ല എണീറ്റ് ഓടുവാനുമുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും വരും എന്നുള്ള യാതൊരു സംശയമില്ല. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ 18 മുതൽ 18 കഴിഞ്ഞാൽ അവിടെ മാറ്റങ്ങളുടെ പ്രതിഫലനം കണ്ടു തുടങ്ങി അത് അനുഭവത്തിൽ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. അഥവാ പിന്നെയും പഴയ ലെവലിലേക്കാണ് പോകുന്നതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് പുനഃപരിശോധിക്കണം. പുനഃപരിശോധിച്ച് കഴിഞ്ഞ് നിങ്ങൾ അതാത് ലെവലുകളിൽ വേണ്ടത്ര ക്രിയകൾ നടത്തണം. അതിന് എന്താണ് വേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അത് നിങ്ങൾ കണ്ടുകൊണ്ട് ചെറിയ നമ്മളാൽ ഒതുങ്ങാവുന്ന ചില പരിഹാരങ്ങൾ, അമ്പല വഴിപാടുകൾ അല്ലെങ്കിൽ ചെറിയ വിദ്യകൾ കൊണ്ടുള്ള ദോഷങ്ങൾ മാറ്റുവാനുള്ള കാര്യങ്ങളും ചെയ്തു വരിക. ആ ദോഷങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും വളരെ സന്തോഷപരമായിട്ടുള്ള ചെറുപ്പകാല യൗവന പ്രായത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മഹാവിജയങ്ങളും മഹാഭാഗ്യങ്ങളും അപ്രത്യക്ഷ ഭാഗ്യങ്ങളും നടക്കുവാനുള്ള യോഗം നിങ്ങളുടെ തൊട്ടടുത്ത മുന്നിൽ എത്തി നിൽക്കുകയാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ധനപരമായിട്ടുള്ള സാധ്യതകളും കടത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മോചനം നേടുവാനുള്ള സാധ്യതകളും ഈ കാലഘട്ടങ്ങളിൽ ഉണ്ട് എന്ന് പറയുക. ഈ വ്യാഴം ഏകദേശം ഡിസംബർ 5 കഴിഞ്ഞാൽ വീണ്ടും 8-ാം ഭാവത്തിലേക്ക് തിരിച്ച് സഞ്ചരിക്കും. ആ തിരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾക്ക് ദോഷങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ശുഭസമയത്ത് ചെയ്യുന്ന പരിഹാരങ്ങളെല്ലാം വളരെ ഉത്തമകരമായിട്ട് ഫലിക്കും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. അതേസമയത്ത് നമ്മുടെ ദോഷകാലത്ത് ചെയ്യുന്ന പരിഹാരങ്ങൾ മറ്റുള്ളതും ചിലപ്പോൾ പ്രാബല്യത്തിൽ വന്നു എന്ന് വരില്ല. നമ്മൾക്ക് എപ്പോൾ സമയം ഉചിതമായിരിക്കുന്നുവോ ആ സമയത്ത് ചെയ്യുന്ന പലവിധ ദോഷങ്ങളും മാറിക്കിട്ടും എന്നതിൽ യാതൊരുവിധ സംശയമില്ലാത്ത കാര്യമാണ് എന്ന് തീർച്ചയായിട്ടും ഈ വൃശ്ചികം അല്ലെങ്കിൽ രാശിക്കാർക്ക് തന്നെ തീർച്ചയായിട്ടും പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്ന രാശിക്കാർക്ക് ഇതുവരെ വ്യാഴം പല വിധത്തിലുള്ള തടസ്സങ്ങളെയും ധനസംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെയും കുടുംബപരമായിട്ടുള്ള തടസ്സങ്ങളെയും സന്താനങ്ങളുടെ ഇഷ്ടാനുഗ്രഹം നടക്കാതുള്ള തടസ്സങ്ങളെയും വിദ്യാഭ്യാസ തടസ്സങ്ങളെയും കുടുംബ ഭദ്രതയെയും പലവിധ വിവാഹാലോചനകളുടെയും തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന വ്യാഴം, കുടുംബ ഭദ്രത കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന വ്യാഴം, ചിന്തകളെ വേട്ടയാടുന്ന വ്യാഴം ഇപ്പോൾ ഒക്ടോബർ 18-ാം തീയതി അവരുടെ നേർരാശിയായിട്ടുള്ള 7-ാം ഭാവത്തിലേക്ക് ഉച്ചസ്ഥനായിട്ട് വരികയ കാരണം കൊണ്ട് ഈ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്ന നക്ഷത്രക്കാർക്ക് ഉചിതപരമായിട്ട് ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഉദ്ദിഷ്ട കാര്യം എന്ന് വെച്ച് പറഞ്ഞാൽ ഉദ്ദിഷ്ടകരമായിട്ടുള്ള ഈ കാരാഗ്രഹമായിട്ടുള്ള വ്യാഴത്തിൻ്റെ കാരകത്തുനിന്ന് കൊണ്ടുപോയി പറഞ്ഞാൽ നമുക്ക് വല്ല ധനസംബന്ധമായിട്ടുള്ള വരവുകൾ വല്ലതും കിട്ടാനുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ കാലയളവിൽ കിട്ടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അതുപോലെ തന്നെ ഒരു യാത്ര പോകാൻ തീരുമാനിച്ച് പലവിധ തടസ്സങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ആ യാത്രകൾ ഉചിതപരമായിട്ട് നടന്നു വരുവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ദീർഘകാലകരമായിട്ട് വിവാഹങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം വിവാഹ സാധ്യതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഒരുപാട് കാലങ്ങളായി വിവാഹം കഴിഞ്ഞിട്ടും സന്താന ഭാഗ്യമില്ലാത്ത അവർ വിഷമിച്ചെടുക്കുന്നവർക്കെല്ലാം സന്താന ഭാഗ്യങ്ങൾ കൈവരുവാനുള്ള സാധ്യതകളുണ്ട്. വിദ്യാഭ്യാസത്തിൽ ഉഴപ്പി നടക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പുനർവിദ്യാഭ്യാസം നടത്തി വരുന്ന യുവാക്കൾക്കും സിവിൽ സംബന്ധമായിട്ടുള്ള വർക്കുകൾ അല്ലെങ്കിൽ എക്സാമുകൾ, മെറിറ്റ് സംബന്ധമായിട്ടുള്ള എക്സാമുകൾ എന്നിവയിൽ പരാജയം മാത്രം നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വിജയസാധ്യത കൈവരിക്കുവാനുള്ള സാധ്യതയും PSC പരീക്ഷാദികളിൽ ലിസ്റ്റിൽ വരാതെ വിഷമിച്ചിരിക്കുന്നവർക്കും ലിസ്റ്റിൽ വരുവാനുള്ള സാഹചര്യങ്ങളും ഗവൺമെൻറ് മേഖലയിൽ പല വിധത്തിലും പ്രമോഷന് ശ്രമിച്ചിട്ടും
കിട്ടാതിരിക്കുന്നവർക്ക് ആ പ്രമോഷൻ കിട്ടുവാനുള്ള സാധ്യതയും, അതുപോലെ തന്നെയാണ് ബിസിനസ് സംബന്ധമായിട്ടുള്ള ധനം കൊണ്ട് ബിസിനസ് സംബന്ധമായിട്ടുള്ള വൻകിട കോർപ്പറേറ്റ് സംബന്ധമായിട്ടുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ വിജയ സാധ്യതയും, പുതിയ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുവാനും പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങി അത് വിജയ സാധ്യതയിലേക്ക് വരുവാനുമുള്ള സാധ്യത വളരെ ഗുണകരമായിട്ട് തന്നെ ഇവർക്ക് കണ്ടുവരുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഉത്രാടം തിരുവോണാവട്ട നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളും കൈവരിക്കുവാനുള്ള സാധ്യത ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കടാക്ഷം കൊണ്ട് തന്നെ സിദ്ധിക്കുവാവുന്നതാണ്. അത് കാരണം കൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രാദികൾക്കെല്ലാം വളരെ ഗുണാനുഭവങ്ങളും ധനാഭിവൃദ്ധികളും ഐശ്വര്യവും അഭിവൃദ്ധിയും കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള അന്തരീക്ഷങ്ങളും മറ്റും പലതും വരുവാനുള്ള സാധ്യതകളുണ്ട്. ഈ ഡിസംബർ മാസം കഴിഞ്ഞ് 5-ാം തീയതി കഴിഞ്ഞാൽ വീണ്ടും അതേ ഭാഗത്തേക്ക്, അതായത് 6-ാം ഭാവത്തിലേക്ക് തിരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം പിന്നീട് ഏകദേശം മെയ് മാസം വരയ്ക്കും അവിടെ തന്നെ ഉണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഈ ശുഭ സമയത്ത്, അതായത് ഒക്ടോബർ 18 തൊട്ട് ഡിസംബർ 5 വരെയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരുപാട് ദോഷഫലങ്ങളും പരിഹാര ഫലങ്ങളും ചെയ്ത് പ്രത്യേകപരമായിട്ട് വല്ല ബാധാദോഷങ്ങളോ ആഭിചാര ദോഷങ്ങളോ ക്ഷുദ്രാഭിചാര ദോഷങ്ങളോ കൂടോത്ര ദോഷങ്ങളോ ദൃഷ്ടിബാധയോ അങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഈ കാലയളവിൽ അത് പരിഹരിച്ച് നടത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് പറയുന്നത്. അതേ സമയത്ത് ഒക്ടോബർ 18 ശേഷം നിങ്ങൾക്ക് പലവിധ മാറ്റങ്ങളും ഇതിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അനുഭവത്തിൽ വരുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ സംഭവിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും പഴയ ലെവലിലേക്കാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതേ സ്ഥാനത്തിൽ തന്നെ നിന്നുകൊണ്ട് അനങ്ങാൻ പറ്റാതെ, അല്ലെങ്കിൽ അതേ ലെവലിൽ നിന്നു പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ പരിഹാര കർമ്മങ്ങൾ നടത്തി വേണ്ടതുപോലെയുള്ള ഭഗവാന്മാരുടെ പ്രസാദം ലഭിക്കുവാനും മഹാവിഷ്ണുവിൻ്റെയോ ഗുരുവായൂരപ്പൻ്റെയോ ശ്രീകൃഷ്ണൻ്റെയോ ശ്രീരാമൻ്റെയോ നരസിംഹമൂർത്തിയുടെയോ ഒക്കെ അനുഗ്രഹം കിട്ടുവാനായിട്ട് നിങ്ങൾക്ക് അതാത് അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ചോ അവരവരുടെ ഇഷ്ടങ്ങളനുസരിച്ചോ അവരവരുടെ അഭിരുചിക്കനുസരിച്ചോ അവരവരുടെ ദോഷങ്ങൾക്കനുസരിച്ചോ പരിഹാര മാർഗങ്ങൾ ചെയ്യുന്ന പക്ഷം നിങ്ങൾ രക്ഷപ്പെട്ടു വരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ലാത്ത കാര്യങ്ങളാണ്. കാരണം നിങ്ങളുടെ രാശിയുടെ മകരൻ രാശിയുടെ 3-ാം ഭാവത്തിൽ ശനിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശനി വളരെ അനുകൂലപരമായിട്ടാണ്. ശനി ഒരുപാട് ദോഷങ്ങൾ നിങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോയിട്ടുള്ള ആളാണ്. അയാൾ ഗുണഫലമായിട്ട് തരണമെങ്കിൽ വ്യാഴം കൂടി അനുകൂലപരമായിട്ട് വരണം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ അനുകൂല ഫലങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലപരമായിട്ട് വരും. നമസ്കാരം.